കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന പ്രൈസിൽ അല്ലെങ്കിൽ മനസ്സിൽ പേറി നടക്കുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ചെറിയ പൈസ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ വളരെ സന്തോഷമാവും. കാരണം നമ്മുടെയൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുമല്ലോ. അത്തരത്തിൽ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സ്വപ്നം പോലുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. സ്റ്റാർട്ടഡിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വീടിനെ പരിചയപ്പെടണം. ഒപ്പം തന്നെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടണം. ഒപ്പം തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ടിപ്സും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഈ വീടിനെ നിർമ്മിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. സക്രിയ നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ വീട് നമ്മൾ ചെയ്തത് മലപ്പുറത്ത് തൃശ്ശൂര്. ഇത് കറക്റ്റ് സ്ഥലം ഏതാ? തൃശ്ശൂര് കൊടുങ്ങല്ലൂര് കൂളിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യ കാഴ്ച തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഫ്രണ്ട് ലുക്ക് എങ്ങനെയാണ്. ഞാൻ ഈ പ്രദേശത്ത് ഞാനിപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്ത് ഒരു എലിവേഷൻ ഞാൻ കണ്ടില്ല വന്ന വഴിയിൽ. പിന്നെ വളരെ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. സക്കറിയ, ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ലക്ഷം രൂപയ്ക്ക് എന്നാണ്. 16 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത വീട്. അപ്പം ഈ വീടിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണം. ഇത് എത്ര സെന്റിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്? ഇത് നമ്മൾ ഒരു 10 സെന്റ് സ്ഥലമാണ് ടോട്ടൽ. പക്ഷെ വീട് നിൽക്കുന്നത് ഒരു 5.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. മുറ്റം ഉൾപ്പെടെ ഒരു 5-5.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് 1100 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടുള്ളത്. 1100 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂം ഉൾപ്പെടെ ആണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ലിവിങ്, ഹാള്, കിച്ചൺ, ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ നമ്മൾ ഈ ഒരു എലിവേഷന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഇതിനകത്ത് ഒരു സിറ്റ് ഔട്ട് ഇതിനകത്തില്ല. വളരെ വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോ എപ്പോഴും സിറ്റ് ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ക്ലയന്റ്സും നമ്മളോട് സിറ്റ് ഔട്ട് വേണമെന്നുള്ള നിർബന്ധമാണ്. പക്ഷെ ഈ ക്ലയന്റിന് അത് ആവശ്യമില്ല. അത് പറഞ്ഞപ്പോൾ തന്നെ ഇത് എങ്ങനെ ഒരു ഡിസൈൻ ചെയ്യും എന്നുള്ളത്, കാരണം നമ്മൾ പ്ലാൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റ് ഔട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക പൊതുവെ. അപ്പോൾ സിറ്റ് ഔട്ട് ഇല്ലാണ്ട് എങ്ങനെ ഒരു പ്ലാൻ ഇത്രത്തോളം ഭംഗിയാക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ടായി. അങ്ങനെ ഒരുപാട് ചിന്തയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു എലിവേഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അതെ അതെ. അപ്പൊ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ല രീതിയിലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇതിനകത്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ പില്ലേഴ്സ് ഇങ്ങനെ ഇതിനകത്ത് ഈ തൂണുകൾ, സത്യം പറഞ്ഞാൽ ആ തൂണുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈ എലിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ പില്ലേഴ്സ് ആണ്. അതെ അതെ. പില്ലേഴ്സ് ആണ് സത്യം പറഞ്ഞാൽ. മൊത്തം എത്ര പില്ലറാ? മൊത്തം നമുക്ക് 6 പില്ലറുകൾ. 6 പില്ലേഴ്സ്. അത് 2 നമ്മൾ മെയിൻ സിറ്റ് ഔട്ട് ഇല്ലാത്തത് കൊണ്ട് കയറി പോകുന്ന പടികളുടെ സൈഡിലായിട്ട് കൊടുത്തു. ബാക്കി 2 പില്ലറും സിംഗിൾ ആയിട്ട് അങ്ങനെയും കൊടുത്തു. കൃത്യമായിട്ട് ഈ പില്ലേഴ്സ് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കോസ്റ്റ് കൂടുകയല്ലേ ചെയ്യേണ്ടത്? കോസ്റ്റ് കൂടുകയല്ല. നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ അതിന്റെ കോസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു സിറ്റ് ഔട്ട് ചേർക്കാൻ കഴിയായിട്ടല്ല. പക്ഷെ ഈ ക്ലയന്റിന് ഒരു സിറ്റ് ഔട്ടിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. പുള്ളിക്ക് ഡയറക്റ്റ് വീടിനുള്ളിലേക്ക് കയറണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എപ്പോഴും. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഇരിക്കേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. അതെ അതെ അതെ. സത്യം പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഓരോ വീടും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മളുടെ സൗകര്യാർത്ഥം, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥം. അതെ 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 അതെ. അപ്പോൾ പിന്നീടുള്ള ഡിസൈൻസ് ഈ ഓടിന്റെ ഡിസൈൻ നമ്മൾ പുറമേ അല്ല, ഒരിക്കലും അല്ല. അതൊരു ഡ്രസ് വർക്കാണ്. അത് പുറമേന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും അത് ഉള്ളിൽ ഇങ്ങനെ ഡബിൾ ഹൈറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തേക്കുവാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു സ്ക്വയർ വീടാണ്. ചുമ്മാ ഒരു ബോക്സ് വീടാണ്. ഈ ബോക്സിന് ജസ്റ്റ് നമ്മൾ ആദ്യം ഈ പില്ലർ ഇട്ട് പ്രൊജക്ട് ചെയ്തു. ഈ പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ലാബിനെ നമ്മൾ മെയിൻ സ്ലാബ് വാർത്തു. നമ്മൾ കംപ്ലീറ്റ് ചുറ്റുഭാഗം മെയിൻ സ്ലാബ് വാർത്തു.
ഈ മെയിൻ സ്ലാബ് വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ആംഗിളിൽ നമ്മളൊരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് അതിനെ വീണ്ടും എന്ത് ചെയ്തു, കല്ല് വെച്ച് പൊക്കിയതാണ്, കെട്ടിയതാണ്. കുറച്ച് ഭാഗം മാത്രം, ഫ്രണ്ടേജ് മാത്രം. അപ്പോൾ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീടിന് നല്ലൊരു ഭംഗിയും പുറമെ ഒരു ഡബിൾ ഹൈറ്റിൽ നിൽക്കുന്ന പോലെ. പിന്നെ ബാക്കിൽ നമ്മൾ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബാക്കിൽ നമ്മൾ ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ ആ ഒരു വെർട്ടിക്കൽ ലൈൻസ് കൊടുത്തേക്കുന്നത് ഗ്രേ കളർ ലൈൻസ്. അതെ. സാധാരണ ടെക്സ്ചർ വർക്ക് കൊടുത്ത ആളുകൾ നമ്മൾ ഈ എലിവേഷനിലെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു പെയിന്റിങ്ങും വൈറ്റ് തീമാണ് ഇതിനകത്ത്. എല്ലാം ഒരു വൈറ്റ് മയം. നമ്മൾ ഈ ഒരു ഡോറ് മാത്രം, ഇത് ഒരു പ്യുവർ തേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിന് വൈറ്റ് പെയിന്റ് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ തേക്ക് ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ തന്നെ നാച്ചുറൽ ആയിട്ട് പോളിഷ് ചെയ്ത് അങ്ങനെ തന്നെ നിർത്തിയത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് എത്ര നാളായിട്ടുണ്ടോ പണികൾ? ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളമായിട്ടുള്ള പണികൾ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഫ്രണ്ട് ലുക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. ഇനി ഇവിടെ പടികൾ സാധാരണ പടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രാനൈറ്റും നമ്മള് ചെലവ് ചുരുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മളിതിന്റെ ഇതൊരു ടൈലാണ്, ഒരു മാറ്റ് ഫിനിഷ് കോമൺ ടൈലാണ്. നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 50-55 രൂപ വരുന്ന ഒരു 5x3 ഒരു ടൈലാണത്. ഇതിൽ നമുക്കൊരു 2 ടൈലാണ് നമുക്ക് ആകെ ഇതിനകത്ത് ചെലവ് വന്നിട്ടുള്ളത്. എന്നാൽ പടികൾക്ക് വേണ്ടിട്ട് ആകെ ഒരു 2 ഭംഗിയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വലിയ ഒരു ഗ്രാനൈറ്റ് ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ചെടികൾ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ എലിവേഷന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ ഈ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോട്ടിങ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതില്ലെങ്കിൽ ഇത്രത്തോളം ഇതിനെ ഒരു അട്രാക്ട് ചെയ്യൂല. ഇത് നമ്മൾ പറഞ്ഞ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സാധാരണ ഈ പോട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും എക്സിന് പുറത്ത് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ശരിക്കും ഈ വീടിന്റെ ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു സംഭവം. ഇത് ആ പില്ലറിനും വീടിനും കൂടെ ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഉള്ളിലേക്ക് കയറിയാലോ? തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കയറാം. നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറി വരാം. അതെ. അപ്പോ തടികളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു തേക്കാണ്. ബാക്കിയുള്ള വുഡുകളൊക്കെ ആഞ്ഞില് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആഞ്ഞിലിയും തേക്കുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കയറി വരുന്നത് തന്നെ നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു ചെറിയൊരു കുഞ്ഞു ലിവിംഗ് സ്പേസ്. കാരണം ഒരു 1200 സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. അതിനുള്ളിൽ നിക്കണം. കാരണം 3 ബെഡ്റൂം പുള്ളിക്ക് ഇതിനകത്ത് അത്യാവശ്യമാണ്. അപ്പൊ ഒരു ചെറിയൊരു ലിവിങ് ഗസ്റ്റ് ഒന്ന് വന്നിരിക്കണം. പുള്ളിക്ക് ലിവിങ്ങിനോട് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ലിവിങ്ങും സിറ്റ് ഔട്ടിനോട് വലിയൊരു പ്രാധാന്യമില്ല. പക്ഷെ ഹാളിനോട് പുള്ളിക്ക് പ്രത്യേക ഒരു താല്പര്യം. പിന്നെ ബെഡ്റൂം ആണ് പുള്ളിക്ക് മെയിൻ. അത് കുറച്ച് ഒരു 3 എണ്ണം വേണം എന്നുള്ള കൺസേൺ ഉണ്ട്. അത് ആദ്യമേ പുള്ളി നമ്മളോട് പറഞ്ഞതാണ്. ബഡ്ജറ്റും ബെഡ്റൂം ഇത്ര വേണം എന്നുള്ളത് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കടന്നിട്ട് തന്നെയാണ് ഇത് ചെയ്തത് നമ്മള്. സത്യം പറഞ്ഞ ലിവിംഗ് ഏരിയയില് ആളുകൾ TV വെക്കുക അല്ലെ TV യൂണിറ്റ് ഇവിടെ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യം ഉള്ള ആളല്ല. TV കാണൽ ഇപ്പൊ പൊതുവെ വളരെ കുറവാണല്ലോ. പിന്നെ സീലിംഗ് ജിപ്സം സീലിംഗ്. അതെ, ഒരു ജിപ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലിവിങ്ങും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു ഇന്റീരിയർ പുള്ളിക്ക് ചെയ്യാന്നുള്ള ഈ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി ചെറിയൊരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കോവിഡ് ഡിസൈനും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഈ സോഫയും സെറ്റും ഒക്കെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. ചെറിയ രീതിയിലുള്ള ചെറിയ സിമ്പിൾ ഡിസൈനിലുള്ള സംഭവം നമ്മൾ വാങ്ങിച്ചത്. അതെ. ഈ ടൈല് നമ്മൾ 5x3 ടൈലാണ്, ഒരു ഗ്രീനിഷ് ടൈല്. ഇത് ക്ലൈന്റിന്റെ ഒരു ഇഷ്ടപ്രകാരം നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടൈലാണത്. പിന്നെ നമ്മൾ അപ്പോക്സി ഇതിനകത്ത് ചെയ്തിട്ടില്ല. ജോയിന്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ എല്ലാ ടൈലും ചെയ്തത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സ്പേഷ്യസ് ആവുന്നത് അല്ലേ? ഓക്കെ, നല്ല സ്പേസ് ആണ്. ഡൈനിങ് ഏരിയയിലാണ് ഇത്രയും സ്പേസ് വരുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു ഫാമിലി സിറ്റിംഗ് കൂടെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സിറ്റിംഗ് സ്പേസ് ആണ്. അതെ, ഇവിടെ ഇരിക്കാം. പക്ഷെ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടാൻ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ TV ഇവിടെ വെക്കുകയും ചെയ്യാം. TV ഈ ഒരു ഭാഗത്ത് വെക്കുന്നതിൽ തെറ്റില്ല, നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ ആ ഒരു വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്റിലേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതെ, വെന്റിലേഷൻ ഞാൻ കഴിഞ്ഞ മുമ്പ് നമ്മൾ ആ വീട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെന്റിലേഷൻ നമ്മൾ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ല, വലിയ ജനാലയാ. സാധാരണഗതിയില് ഈ ഒരു ഇത്രയും ഹൈറ്റ് വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബെൽറ്റ് പോകില്ലേ മുകളില്,
അതെ അതെ ആ പോകുന്ന സമയത്ത് ഈ ജനാലകൾ ഇത്രയും വലുതായിട്ട് കൊടുക്കാൻ ചില ആളുകൾക്ക് ഒരു ചെറിയ മടിയൊക്കെ വരും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ലിൻഡലിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനോടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിൻഡലിന്റെ പോകാതെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു അതിനകത്ത് ഒരു എക്സ്ട്രാ ബാർ സ്റ്റീലും ഫ്രഞ്ച് വിൻഡോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ഡബിൾ ലെയർ ആണല്ലോ, ഫ്രഞ്ച് വിൻഡോസ് ടൈപ്പ് ആണല്ലോ. സാധാരണ നീളം കൂട്ടാൻ ഒരുപാട് കൂട്ടാൻ ആളുകൾക്ക് താല്പര്യം ഇല്ല. ഒരു ഇപ്പൊ ഇത് എന്ന് പറയുന്നത് 160 ആണ് ഇതിന്റെ ഹൈറ്റ് വന്നേക്കുന്നത്. ചിലരൊക്കെ 180 താഴോട്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ 190 ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രം നമ്മൾ 160 ആണ് ചെയ്തത്. ഇതില് ഈ ഒരു എലിവേഷന് ശരിക്ക് 190-ലൊന്നും നമുക്കിത് മാച്ച് അല്ല. ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ സിമ്പിൾ ആയിട്ടാണ്. ഇവിടെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് തോന്നും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ജിപ്സം ചെയ്ത, പക്ഷെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ജിപ്സം ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ കോവ് ഡിസൈൻ മാത്രമാണ് ഇതിനകത്ത് ജിപ്സം ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ മെയിൻ സ്ലാബാണ്. പൊട്ടിയിട്ടേക്കാണ്. നീ അതേപോലെ എനിക്ക് വാഷ് ഏരിയ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ചെറിയൊരു വാഷ് ഏരിയ, അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്ന വഴിയിലായിട്ട് വാഷ് ഏരിയ കൊടുത്ത് മിററും കൊടുത്തേക്കുന്നത് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയല്ലോ സക്കര. കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാരെല്ലാം പറഞ്ഞ പരാതി പറഞ്ഞ കാര്യമാണ്, നമ്മൾ അടുക്കള കാണിച്ചില്ല, ബെഡ്റൂം കാണിച്ചില്ല, അല്ലെ ബെഡ്റൂമിനെ പറ്റി അടുക്കളയെ പറ്റി ഒന്നും നമ്മൾ സംസാരിച്ചില്ല എന്നുള്ള കാര്യം. അടുക്കള ഒന്ന് കാണിക്കാം. ഇതാണ് അടുക്കള, ചെറിയൊരു അടുക്കള. ചെറുതല്ലോ, നല്ല സ്പേസ് ഉണ്ട്. ഉണ്ടോ? പിന്നെ നമുക്കൊരു 3, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു, ഒരാൾക്കും കൂടെ അടുക്കളയിൽ നിന്ന് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും. 3 പേർക്ക് നിന്ന് പെരുമാറുക എന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മളോട് ഈ ബഡ്ജറ്റ്, ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബഡ്ജറ്റ് ഈ കിച്ചൺ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൂടും. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ചെറിയൊരു മോഡുലാർ കിച്ചൺ ചെയ്യണം എന്നുള്ള രീതി. പക്ഷെ നമ്മൾ ഒരു പൈസയുടെ ഒരു പരിമിതി ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ, ഇതൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ. പിന്നെ നമ്മൾ മുകളിലൊന്നും ക്യാബിൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇനി പുള്ളി ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയയും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കാര്യമുണ്ട്. ഈ 1100 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ ഒരു ഇതും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും വളരെ പിന്നെ നമ്മളത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ക്ലയന്റ്. ഇവിടെയാണ് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുകയില്ല, ചെറിയൊരു ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുത്ത സംഭവങ്ങളാണ് ഈ പ്രൈസിനകത്ത്. അല്ല, തീർച്ചയായും ഒരു വാവ് ഫാക്ടർ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്ന കാര്യം. കാരണം 16 ലക്ഷം രൂപയ്ക്കാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. പിന്നെ 3 ലക്ഷം രൂപ 19.5 ലക്ഷം രൂപയാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ്. ഫർണിഷിങ്ങും കാര്യങ്ങളെല്ലാം. നമുക്ക് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വാ. അപ്പോ ഇതും കുഴപ്പമില്ലല്ലോ, നല്ല വീടിന്റെ ഒരു ബെഡ്റൂമാണ് ഇത്. വലിയ കട്ടിലല്ലേ? അതെ അതെ. ഇത് നമ്മളൊരു 10x10 ആണ് ഈ റൂമിന്റെ സൈസ്. അത്രേ ഉള്ളൂ. അതിലും കാണുമ്പോൾ നമുക്ക് വലിയൊരു സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. 10x10 ഉള്ളൂ. പിന്നെ സീലിംഗ് വർക്ക് ഒന്നും കൊടുത്തില്ല. സീലിംഗ് വർക്ക് കൊടുത്തില്ല. നമ്മള് പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസീൽഡില് നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് തന്നെ ജംഗ്ഷൻ വെച്ചിട്ട് LED ബോക്സ് വെച്ചേക്കാണ്. പിന്നെ ഈ ഡോറുകളെല്ലാം റെഡിമെയ്ഡ് ആണ്, സ്കിൻ ഡോസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള 3 ബെഡ്റൂംസ് ആണ് ഇവിടെ ഈ ഒരു വീട്ടിനകത്തുള്ളത്. എല്ലാം ഈ സൈസ് തന്നെയാണ്. അല്ല, ഒരു റൂം കുറച്ച് സൈസ് കൂടുതലാണ്. അതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം നമുക്കൊരു 11x12 ബാക്കിയെല്ലാം 10x10 ചെയ്തിട്ടുള്ളത്. 10x10. അപ്പം തന്നെ ആളുകൾക്ക് ഊഹിക്കാം നമ്മളുടെ വീട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി സക്കരയോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അല്ല ചോദിക്കുകയാണ്, അപ്പൊ ഇതേ കണക്കൊരു വീട് നമ്മളുടെ നാട്ടില് ചെയ്യണം, അല്ലെ ആർക്കിടെക്ട് നല്ല ഡിസൈനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചെയ്തു കൊടുക്കില്ലേ? ചെയ്തു കൊടുക്കും, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അപ്പോൾ സക്കരയെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റിലും പിന്നെ ബഡ്ജറ്റ് രീതിയിലും സക്കര ചെയ്യും, മിഡ് സൈസിലും ചെയ്യും, ലക്ഷറിയിലും ചെയ്യും. നമ്മൾ വലിയ വീടുകൾ ചെയ്യുമ്പോഴും സാധാരണ ആളുകളെ നമ്മൾ പരിഗണിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഞാനതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പരിഗണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ ചെയ്തത് കേട്ടോ. ഞങ്ങൾ ഒരുപാട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരുപാട് വലിയ ആർക്കിടെക്ട്സ് ഉണ്ട്, ഞങ്ങൾ അവരുടെ വീഡിയോസ് ഇങ്ങനെ എടുക്കാറില്ല. ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തേക്കുന്ന നിങ്ങളെ പോലുള്ള കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ആളുകളുടെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ പറയാം, ഇത് പെയ്ഡ് വീഡിയോ അല്ലെ പെയ്ഡ് പ്രൊമോഷനോ അല്ല എന്നുള്ള ഒരു കാര്യം ആണെങ്കിൽ സക്കരയെ പറഞ്ഞോട്ടോ. അപ്പോൾ കാരണം ഞാൻ അതുകൊണ്ടല്ല, മിക്കവാറും നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ആളുകളുടെ കമന്റ്സ് ആണ് ചെറിയ വീടുകൾ ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് തരൂ, ചെറിയ വീടുകൾ കാണിച്ചു തരൂ, അത് നല്ല പ്രൈസിൽ ചെയ്യുന്ന ആളുകളെ കാണിച്ചു തരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആളുകൾ. അവർക്കൊക്കെ
പറ്റുന്ന അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനം വേണം നമുക്ക് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു തരത്തിലുള്ള ആളെ കണ്ടുപിടിച്ചത്. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ആളെ കാണുന്നത്. ആളെ മെസ്സേജ് ഒക്കെ അയച്ചു, ആദ്യം ഇച്ചിരി ചാടയൊക്കെ ഇട്ടു, എന്നാലും പറഞ്ഞ അപ്പോൾ കൃത്യമായിട്ട് ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്കും ആളെ കോൺടാക്ട് ചെയ്യാം, സക്കറിയെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾ ചെയ്തേക്കുന്ന വർക്കുകളും ചെയ്യാൻ പോകുന്ന വർക്കുകളുടെ 3D വരെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ നിലവിൽ ഒരുപാട് ബഡ്ജറ്റ് വീടുകൾ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. നെക്സ്റ്റ് മന്തോട് കൂടി 3 പ്രോജക്റ്റുകൾ ബഡ്ജറ്റ് വീടുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ എല്ലാം ഒരു 20-22 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലാണ് ചെയ്തു വരുന്നത്. നമ്മൾ ജൂൺ മാസത്തിലാണ് ആ 3 പ്രോജക്റ്റുകൾ ഒരുമിച്ച് പോകാനാണ്. ഇപ്പൊ 3 വീഡിയോസ് നമ്മൾ ഒരുമിച്ചിരുന്നായിരിക്കും, ബഡ്ജറ്റ് ആയതുകൊണ്ട്, ബഡ്ജറ്റ് സാധനം ആയതുകൊണ്ട് മാത്രം. അപ്പോൾ സക്കറിയെ വിളിച്ചോളൂ ദയവ് ചെയ്ത്. ഒരുപാട് ലേറ്റ്, കഴിഞ്ഞ വീഡിയോയുടെ കോള് തന്നെ ആൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കോളുകളുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു, പക്ഷേ എന്നാലും വേണ്ട, ഇരിക്കട്ടെ, ആളുകൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം രാത്രി സമയങ്ങളിൽ വിളി ഒഴിവാക്കുക. പകൽ ഓഫീസ് അവേഴ്സിൽ മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് ആൾ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഫുൾ ടൈം ഫോണിലായിരുന്നു. ഞങ്ങളിപ്പോൾ എടുത്ത സമയം രാവിലെ ഒരു 8 മണി 9 മണി സമയമാണ്, ഫുൾ തിരക്കിലാണ്. പക്ഷെ എന്നിരുന്നാലും ആൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യത്തെ വിളിക്കാം, വിളിക്കാമല്ലോ അല്ലേ? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.